ബൗൺസ് ബാക്ക്. ഓക്കെ, റെസിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് വായിച്ചേ, ഇതൊന്ന് വായിച്ചേ, എഴുതിയിരിക്കുന്ന ഒന്ന് വായിച്ചേ. എന്താ എഴുതിയിരിക്കുന്നത്? യു ഡോണ്ട് ലൂസ് ഇഫ് യു ഗെറ്റ് നോക്ക് ഡൗൺ, യു ലൂസ് ഇഫ് യു സ്റ്റേ ഡൗൺ. ഇടി കിട്ടിയിട്ട് താഴെ വീണു എന്ന് കരുതി പ്രശ്നമൊന്നുമില്ല മക്കളെ. പക്ഷേ ആ താഴെ വീണ് കിടക്കുന്നിടത്ത് നിന്ന് നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമാണ്. സപ്ലി കിട്ടിയിട്ട് അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമാണ്. ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം വേറൊരു പയ്യൻ വന്നു. ഈ പയ്യന് ഇരുന്ന് മോങ്ങുവാണ്. ഇവന്റെ കണ്ണീന്ന് കണ്ണീരും മൂക്കീന്ന് മൂക്കട്ടയും വായിലേക്ക് ഇങ്ങനെ വീണ്ടും ഇവൻ നക്കിക്കൊണ്ടിരിക്കുക. ഇവൻ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ: എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റിയല്ല, ഞാൻ തൂക്കി ചാകാൻ പോവാ. ഞാൻ പറഞ്ഞു, എന്നെ നാടാ, നിങ്ങൾ 4 വർഷം പ്രേമിച്ച് നടന്നു, അവള് തേച്ചിട്ട് പോയി, എന്തിനാടാ ഇങ്ങനെ മോങ്ങുന്നേ? സാറേ സഹിക്കാൻ പറ്റുന്നില്ല സാറേ. ഞാൻ പിന്നെ അവന്റെ തലേന്ന് ആ സാധനം എല്ലാം എടുത്തു കളഞ്ഞു. ആ പെണ്ണിനെ കുറിച്ചുള്ള സകല ചിന്തകൾ എടുത്ത് അങ്ങോട്ട് മാറ്റി കളഞ്ഞു. അതോടുകൂടി അവൻ ഓക്കെ ആയി. അതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇരുന്ന് ചിലർ വിചാരിക്കുന്നുണ്ട്, സാറേ എന്നെ കൂടെ ഒന്ന് കാണണേ. ഉറപ്പായിട്ടും കാണാം, ഉറപ്പായിട്ടും കാണാം, അതൊന്നും കുഴപ്പമില്ല, ഞാൻ നമ്പർ തരാം ഏറ്റവും അവസാനം. ഓക്കെ, ശരി. അപ്പോ ഈ ഒരു കാര്യം ഒന്ന് നോക്കുക. ഇനി ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ഈ മനുഷ്യൻ ആരാന്ന്? ആരാന്ന് ജസ്റ്റ് അദ്ദേഹത്തെ കുറിച്ചുള്ളൊരു വിശേഷണം പറഞ്ഞാൽ മതി. പറ്റുമോ? ലോകത്തിലെ ഏറ്റവും ലക്കി ആയിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ആരാത്? ആ പേരൊന്ന് വായിച്ചേ, ഒക്കെ വായിക്ക്. ഇനി ബാക്കി എഴുതിയിരിക്കുന്ന വായിച്ചേ. ഏതൊക്കെ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് വായിച്ചേ. പ്ലെയിൻ ക്രാഷിൽ നിന്ന് രക്ഷപ്പെട്ടു, കാർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, ബസ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, എന്നിട്ട് ലോട്ടറി അടിച്ചു. 7 മേജർ അപകടങ്ങളിൽ നിന്ന് കൂടെ ഉണ്ടായിരുന്നവർ മിക്കരും മരിച്ചുപോയി, ഇയാൾ മാത്രം രക്ഷപ്പെട്ടു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ലൈഫിൽ എപ്പോഴും ഓർക്കുക, ഈ പ്രപഞ്ചത്തിന്റെ ഈശ്വരന്റെ വലിയൊരു സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചോളുക. നിങ്ങളെനിക്കറിയില്ല ഈശ്വരവിശ്വാസി ആണോ ഇല്ലയോ എന്നറിയില്ല, ഞാനത്. നിങ്ങൾക്ക് ഈശ്വരവിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ഓർക്കുക? പ്രപഞ്ചം എന്ന് കരുതി വെച്ചാൽ മതി. പ്രപഞ്ചം എന്ന് കരുതുക. ഈ പ്രപഞ്ചത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളെ വീഴ്ചയിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് സഹായിച്ചുകൊണ്ടേയിരിക്കും. അത് വലിയൊരു സംരക്ഷണമാണ്.